ചാര സംഘടനയായ മൊസാദിന്റെ നീക്കങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി നടത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ള. ലെബനിൽ കണക്കില്ലാതെ ക്രൂരത തൊടുത്തുവിടുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നെഞ്ചിലേക്ക് ആ ആക്രമണം ആഴ്ന്നിറങ്ങുകയാണ്. ഇസ്രയേൽ ഇത്രയും നാളും അഹങ്കരിച്ച മൊസാദ് ചാര സംഘടനയ്ക്ക് മേൽ ഒരു മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഏറെ വ്യാകുലപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത്. ടെൽ അവീവിലെ മൊസാദ് ചാര ഏജൻസിയുടെ ആസ്ഥാനത്തേക്ക് ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിടുകയാണ് ഹിസ്ബുള്ളയുടെ ഈ ഒരു യുദ്ധം ചെയ്തിരുന്നത്. അതാണ് തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ഒക്ടോബർ 7-ന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രയേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഹിസ്ബുള്ള പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രയോഗിച്ചിരിക്കുന്നത്. മൊസാദ് ചാര ഏജൻസിയായ ആസ്ഥാനം ലക്ഷ്യമാക്കി ബുധനാഴ്ച റോക്കറ്റ് ആക്രമണം നടത്തിയതായിട്ട് ഹിസ്ബുള്ള അറിയിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ടെൽ അവീവിലെ മൊസാദ് ആസ്ഥാനത്തെ ലക്ഷ്യമാക്കിയായിരുന്നു അന്ന് നടന്നിരുന്ന മിസൈൽ ആക്രമണമെങ്കിൽ വീണ്ടും കലിപൂണ്ട ഹിസ്ബുള്ള വലിയൊരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ലോകരാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യം കാണിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രയേലിന്റെ ആ ഒരു ചാര ഏജൻസി കേന്ദ്രത്തിലേക്ക് വലിയൊരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കാരണം മൊസാദ് ചാര സംഘടനയായിരുന്നു വോക്കി ടോക്കിയിലും അല്ലെങ്കിൽ പേജറുകളിലും സ്ഫോടനം എത്തിച്ച് അല്ലെങ്കിൽ ലെബനിലെ വലിയൊരു ആക്രമണത്തിന് പിന്നിൽ സഹായിച്ചത് എന്നൊക്കെ ആയിരുന്നു പറയപ്പെട്ടിരുന്നത്. ആ ഒരു മൊസാദിന്റെ നീക്കത്തെ അല്ലെങ്കിൽ ആ ചാര സംഘടനയുടെ നീക്കത്തെ ഇല്ലാതാക്കാൻ ഒരുങ്ങുകയാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെയാണ് അവർ ഈ മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടുന്നത്. നേതാക്കളെ കൊലപ്പെടുത്തിയതിനും പേജർ ആക്രമണം നടത്തിയതിനുമുള്ള പ്രത്യാക്രമണമെന്നായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രതികരണം. അത് തന്നെയാണ് ഹിസ്ബുള്ള ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്നും ആളപായം ഉണ്ടായില്ല എന്നും ഇസ്രയേൽ നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു. ടെൽ അവീവിലെ സൈറൻ മുഴങ്ങിയതിനെ തുടർന്ന് ലെബനാനിൽ നിന്ന് തൊടുത്തുവിടുന്ന അല്ലെങ്കിൽ തൊടുത്തുവിട്ട മിസൈൽ തടഞ്ഞതായിട്ടാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത്. മാത്രമല്ല അവര് നാശനഷ്ടങ്ങളോ ആളഭയമോ റിപ്പോർട്ട് ചെയ്തില്ല എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ നെതന്യാഹു നഗരം ഉൾപ്പെടെ മധ്യ ഇസ്രയേലിലെ മറ്റ് പ്രദേശങ്ങളിലും മുന്നറിയിപ്പും സൈറനുകൾ മുഴങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് അവിടെ പേടിയുണ്ട്. ഹിസ്ബുള്ളയുടെ ഒരു തിരിച്ചടി അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലായി ഇസ്രയേലിലെ പല ഭാഗങ്ങളിലായിട്ട് സൈറനുകൾ അവർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ എന്തെങ്കിലും ഒരു ആക്രമണം അല്ലെങ്കിൽ നടത്താൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകുമ്പോൾ തിരിച്ചറിയുമ്പോൾ അതിനു വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈറൻ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സൈറൻ മുഴങ്ങുന്നതനുസരിച്ച് ആൾക്കാരെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇസ്രയേൽ പറയുന്നത് അവിടെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. പക്ഷേ ഈ മിസൈൽ ആക്രമണം നടത്തുമ്പോൾ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ചിലർ പറയുന്നുണ്ട്. 100 കണക്കിന് മിസൈലുകളും റോക്കറ്റുകളുമായിരുന്നു ഹിസ്ബുള്ള പ്രയോഗിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലെബനൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നത് ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി യോഗം നടക്കുകയാണ്. ഇതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ വലിയ തിരിച്ചടി നടക്കുന്നത്. യുദ്ധഭീതിയിലായതിനാൽ തന്നെ ലെബനിൽ നിന്ന് 1,00,000 ആളുകൾ കുടിയിറക്കപ്പെട്ടതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ മുതൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ 50 കുട്ടികൾ ഉൾപ്പെടെ 569 പേരായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. 835 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ അല്ലെങ്കിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ ഹിസ്ബുള്ളയുടെ ഒപ്പം നിന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ പോരാടാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പോരാട്ടത്തിൽ ഹിസ്ബുള്ള ഒറ്റയ്ക്കാകില്ല എന്ന് പ്രസിഡന്റ് മസൂദ് പെസ്കേഷിയാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയതാണ്. ലെബനാനിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം പിന്തുണയ്ക്കുകയും സഹായിക്കുകയും പ്രതിരോധം ഒരുക്കുകയും ചെയ്യുന്ന രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ ഹിസ്ബുള്ള ഒറ്റയ്ക്കാകരുത് എന്ന് CNN നൽകിയ അഭിമുഖത്തിൽ പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. ലെബനിലെ മറ്റൊരു ഗസയാക്കാൻ അന്താരാഷ്ട്ര സമൂഹം അനുവദിക്കരുത് എന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ഇനി അങ്ങനെ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗസയെക്കാട്ടി വലിയ രീതിയിലുള്ള ആക്രമണം ലെബനിലേക്ക് അഴിച്ചുവിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ തിരിച്ചടിക്കാൻ ഞങ്ങളും ഒപ്പം ഉണ്ടാകുമെന്ന് പറയുന്ന ഇറാന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ഇസ്രയേലിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നത്. ഇസ്രയേലും ഹിസ്ബുള്ളയും നിലവിൽ സംഘർഷമുണ്ടെങ്കിലും ഇതിനിടയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു ശത്രുതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹിസ്ബുള്ളയെ സഹായിക്കാൻ വേണ്ടി ഇറാൻ രംഗത്ത് വരുന്നത്. എന്നാൽ ഇറാൻ ഇടപെടുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇനി ഗസയുടെ അതേ വഴിയിലാണ് ഇപ്പോൾ ലെബനനും
നിലവിലുള്ളത്. എങ്ങും ബോംബാക്രമണങ്ങളും മരണങ്ങളും സംഭവിക്കുകയാണ്. അതിനിടയിലാണ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന കുറെ പേരുള്ളതും. ഉറ്റവരോടും അല്ലെങ്കിൽ ഉടയവരൊക്കെ നഷ്ടപ്പെട്ട ചില കുടുംബങ്ങളുണ്ട്. ഇവരും ഈ സ്ഥലങ്ങളിൽ നിന്നും മാറി താമസിക്കുക അല്ലെങ്കിൽ ഒരു പലായനം നടക്കുകയാണ്. ഇതിനിടയിലാണ് ഹിസ്ബുള്ള കലിപൂണ്ട് നിൽക്കുന്ന ഹിസ്ബുള്ള ഇനി ഏത് വിധേയനും ഇസ്രായേലിനെ തീർത്തേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് അവരുടെ നിലപാടുകൾ എടുത്ത് അല്ലെങ്കിൽ നടപടികളൊക്കെ എടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 100 മിസൈലുകൾ തൊടുത്തുവിടുകയാണ്. പക്ഷെ ഇത് നിർവീര്യമാക്കി എന്ന് പറഞ്ഞ് ഇസ്രായേൽ രംഗത്തെത്തുമ്പോഴും ഇവര് വീണ്ടും അടുത്ത ബാലിസ്റ്റിക് മിസൈല് തൊടുത്തുവിടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമീപ ദിവസങ്ങളിൽ തന്നെ ഇസ്രായേലിന് നേരെ 100 കണക്കിന് മിസൈലുകൾ അല്ലെങ്കിൽ റോക്കറ്റുകളും ഹിസ്ബുള്ള പ്രയോഗിച്ചു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നത് വലിയ രീതിയിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ ബാധിക്കുമെന്നതും മറ്റൊരു കാര്യമാണ്. ആക്രമണവും തിരിച്ചടിയും മിഡിൽ ഈസ്റ്റിലെ ഒന്നാകെ സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് ഈ G20 രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല ഇരു കൂട്ടരും വെടിനിർത്തലിന് തയ്യാറാവണമെന്നാണ് UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞിട്ടുള്ളത്. ഈ മേഘാലയ യുദ്ധം അല്ലെങ്കിൽ ഒഴിവാക്കാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന് ഫ്രാൻസ് വിദേശമന്ത്രി ജീൻ നോയൽ ബാരറ്റും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനെ അമർച്ച ചെയ്തില്ലെങ്കിൽ പശ്ചിമേഷ്യ വലിയ വില കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇല്ലാതാകും എന്നൊക്കെ പറയുന്നുണ്ട്. അന്തർദേശീയ സമൂഹം മൗനം തുടരുമ്പോഴാണ് ഈ ഖത്തറും ഈ നിലപാടുമായിട്ട് രംഗത്തെത്തുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയ്ക്കകത്ത് കാനഡയും ഇറാനും ഇറാഖും എല്ലാം കൂടി ഒരുമിച്ച് ഇസ്രായേലിനെതിരെ തുടരുമ്പോൾ ഇസ്രായേൽ ഒറ്റയ്ക്കാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. കാരണം നിലവിൽ അവർക്കുള്ള ആയുധ ശേഖരങ്ങളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മൊസാദ്, അതായത് ഇസ്രായേലിന്റെ ഏറ്റവും അഹങ്കാരമായ അല്ലെങ്കിൽ അവരുടെ ചാര സംഘടനയായ മൊസാദ് എന്ന സംഘടന നശിപ്പിക്കുക എന്നതാണ്. അതിന് ഏറ്റവും കലിപൂണ്ട് നിൽക്കുന്നത് ഹിസ്ബുള്ള തന്നെയാണ്. കാരണം ഹിസ്ബുള്ളയിലേക്ക് അവരെത്തിച്ച വോക്കി ടോക്കികളും പേജറുകളും വഴി കുറെ പേരുടെ മരണം സംഭവിച്ചിരുന്നു. അതായത് കുട്ടികൾ ഉൾപ്പെടെ അവർ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് അവിടെ നടന്നിരുന്നത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും ഇനി ഇസ്രായേലിന്റെ ഒരു ഭാഗത്തേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാൻ ഒരുങ്ങുകയാണ് ഹിസ്ബുള്ള. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്, പിന്നോട്ടില്ല എന്നുള്ള രീതിയിൽ ഹിസ്ബുള്ള തന്റെ നിലപാടെടുത്തുകൊണ്ട് ഇസ്രായേലിനെ തീർക്കാൻ ഒരുങ്ങുകയാണ്.